വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ദൈവകൃപയാൽ ദൈവം ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കണം. ഈ ദിവസം ഞങ്ങളെ ഒരുമിച്ച് നിർത്തി ദൈവം മുമ്പോട്ട് കൊണ്ടുപോകുകയും സന്തോഷമുണ്ടോ? കർത്താവ് തന്റെ പദ്ധതികളിലൂടെ നമ്മെ കൊണ്ടുപോകട്ടെ. ദൈവം ഉപയോഗിക്കട്ടെ. ദാസിന്റെ കുടുംബത്തെ ദൈവം ധാരാളമാണ് അനുഗ്രഹിക്കട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനെയാണ് ഈ ആലയത്തിൽ ദൈവം നമുക്ക് തന്നത്. കാരണം ഉപവാസവും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉപവാസവും പ്രാർത്ഥനയൊക്കെ സഭകളിൽ നിന്ന് പോലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 21 ദിവസം ഉപവസിക്കാനോ അല്ലെങ്കിൽ 10 ദിവസം ഉപവസിക്കാനോ സമയം ഇല്ലാതെ, സമയം കണ്ടെത്താൻ പറ്റാതെ എന്താണ് നാമമാത്രമായിട്ട് ആരാധനകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ ദിവസങ്ങളിൽ ഈ സഭയോടുള്ള എന്താണ് സ്നേഹം, ഈ സഭ വളരണം, ഈ സഭയിൽ ഓരോ കുടുംബവും അനുഗ്രഹിക്കപ്പെടണം, ഒരു ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് വരണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഉപവാസം നമുക്കൊരു വലിയ അനുഗ്രഹമാണ്, വിജയമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ എന്റെ 16ാമത്തെ വയസ്സ് കഴിയുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എന്റെ അമ്മ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകും. പ്രാർത്ഥന, ഉപവാസം എവിടെ നടക്കും അവിടെ ഞങ്ങളെ കൊണ്ടുപോകും. പ്രാർത്ഥന അധികം ഇഷ്ടപ്പെട്ട ഒരാളാണ് എൻ്റെ അമ്മ. പ്രാർത്ഥനകളാണ് ഞങ്ങളെ രക്ഷിച്ചത്. ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ വിടുതലുകൾ സംഭവിച്ചത് പ്രാർത്ഥനയിലൂടെയാണ്, പ്രാർത്ഥനകളിൽ പങ്കെടുത്തതിലൂടെയാണ്. അതുകൊണ്ട് ഉപവാസത്തിന്റെ വില എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇപ്പോൾ പ്രാരംഭഘട്ടത്തിൽ ഒരു CSI സഭയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഉപവസിക്കുന്നത്. ഞങ്ങളുടെ ഉപവാസം മാസത്തിൽ 3 ദിവസം, അങ്ങനെയല്ല. ഞങ്ങൾക്ക് ചിലപ്പോ മാസത്തിന്റെ തുടക്കത്തിൽ 3 ദിവസത്തിൽ ഞങ്ങൾ ഉപവാസം പ്രാർത്ഥിക്കും. ആ ഉപവാസം ഞങ്ങൾ 3 ദിവസം കഴിയുമ്പോൾ ആ ഉപവാസം മുറിക്കും. വീണ്ടും 2 ദിവസം കഴിയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ചിന്ത വരും, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. വീണ്ടും ഞങ്ങൾ ഉപവാസത്തിലേക്ക് ഞങ്ങൾ കടന്നു പോകും. ചിലപ്പോൾ 3 ദിവസമായിരിക്കും, 7 ദിവസമായിരിക്കും. അതുകൊണ്ട് ഒരു മാസത്തിൽ ഇത്ര ദിവസം എന്നില്ല. പരിശുദ്ധാത്മാവ് എപ്പോഴൊക്കെ പ്രേരിപ്പിക്കുമോ ആ സമയത്തെല്ലാം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഞങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് ആ ഒരു അനുഭവം ഇല്ല. പക്ഷെ ആ തുടക്ക കാലത്ത് വളരെ ഞങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുമായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ വളർച്ച, അതായിരുന്നു ഞങ്ങളുടെ നിലനിൽപ്പ്. ദൈവവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഉപവാസം ഇനിയും വർദ്ധിക്കട്ടെ. പ്രാർത്ഥനകളോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ഏറ്റവും വലിയ കൂടിവരവ്, ഏറ്റവും വലിയ ഭാഗ്യകരമായ കൂടിവരവ് യേശുവിന്റെ നാമത്തിൽ കൂടി വരുന്നതാണ്. മറ്റൊരു സ്ഥലത്തും കടന്നു ചെന്നാൽ കിട്ടാത്തതാണ് ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത് യേശുവിന്റെ നാമത്തിൽ കൂടി വരുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത് തന്നെയാണ്. ഈ സമയത്തെ മാനിക്കട്ടെ. ഈ പ്രാർത്ഥനകൾ എന്നും വിജയമായി തീരട്ടെ. ഈ പ്രാർത്ഥനകൾ എന്നും അനുഗ്രഹമായി തീരട്ടെ. സാത്താന്റെ തലയെ തകർക്കുന്നതാണ് പ്രാർത്ഥന. സാമാന്യ തന്ത്രങ്ങളെ ഇല്ലാതാക്കുന്നതാണ് ഉപവാസം. ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ ഉപകരിക്കുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് പ്രാർത്ഥന. ഏറ്റവും വലിയൊരു ആയുധമാണ് ഉപവാസം. ഹല്ലേലൂയ. അതുകൊണ്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മുടെ മുമ്പിൽ വഴികൾ തുറക്കും, ചെങ്കടലുകൾ വിഭാഗിക്കപ്പെടും, മരുഭൂമി നമുക്ക് വന്നവഴിയും പാറയുടെ നമുക്ക് അനുഗ്രഹം വരത്തക്ക വിധത്തിൽ, പ്രതികൂല സാഹചര്യത്തിൽ അനുഗ്രഹം വരത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കും. പ്രതികൂലങ്ങൾ തകർക്കും, യോർദാന്റെ പ്രതികൂലങ്ങൾ തകർക്കും. ഒരു വലിയ വിജയം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ പ്രാപിച്ചെടുക്കാൻ. ഹല്ലേലൂയ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് പരിശുദ്ധാത്മാവ് ഇന്നെനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരുന്ന ദൈവം നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. ഞാനിപ്പോൾ ദൈവത്തോട് ചോദിക്കുന്ന ഒരു കാര്യം, കർത്താവേ, ഒരു ഭാഗത്ത് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഞാൻ മുന്നേ പഠിച്ചതോ എന്റെ ആയ കാര്യങ്ങളല്ല ഞാൻ കർത്താവെ വിളിച്ചു പറയുന്നത്. ഞാനൊരു ശുശ്രൂഷയിൽ പോകുമ്പോൾ ദൈവമേ അങ്ങനെ ആക്കി വെക്കുമ്പോൾ അവിടെ കടന്നു വരുന്ന ജലത്തിന്റെ അവസ്ഥ,
അവരേത് വിഷയത്തിലൂടെയാ പോകുന്നത്, അവരേത് പ്രതിസന്ധിയുടെ നടുവിലാണ് നിൽക്കുന്നത്,